ഇന്നത്തെ അറിയിപ്പുകൾ. ഡൽഹിയിൽ പൗരത്വം തെളിയിക്കുന്നതിന് ഇനി ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ് എന്നിവ സ്വീകരിക്കില്ല. പകരം വോട്ടർ ഐഡിയും പാസ്പോർട്ടുകളും സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ തീരുമാനമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ഒക്ടോബർ മുതൽ നടക്കുന്ന വെരിഫിക്കേഷൻ ക്യാമ്പയിനിൽ വ്യാജ ആധാർ കാർഡുകളും റേഷൻ കാർഡുകളും ഉപയോഗിച്ച നിരവധി വിദേശികൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശികളും റോഹിംഗ്യൻസും ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. UNHCR രേഖകൾ പോലും ഇവർ ഉപയോഗിക്കുന്നതിനാൽ യഥാർത്ഥ ഇന്ത്യൻ പൗരത്വമുള്ളവരെ കണ്ടെത്തുക പ്രയാസമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ പാസ്പോർട്ടും വോട്ടർ ഐഡിയും മാത്രം പൗരത്വ രേഖയായി അംഗീകരിക്കാൻ തീരുമാനമായത്. ഡൽഹിയിലെ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായാണ് തീരുമാനം. ഡൽഹിയിലെ സംശയാസ്പദമായി കണ്ടെത്തുന്നവരെ നിരീക്ഷിക്കാൻ പോലീസ് എല്ലാ DCPമാർക്കും നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. SSLC പരീക്ഷാ ഫലം മെയ് 9-ന് 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത്. 2024-25 അധ്യയന വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 9-ന് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത്. 2025 മാർച്ച് 3 മുതൽ 26 വരെയായിരുന്നു SSLC പരീക്ഷ നടന്നത്. കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും സമയബന്ധിതമായി പ്രഖ്യാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പുതിയ അധ്യയന വർഷം ജൂൺ 2-ന് ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അതിരപ്പള്ളി കൂടുതൽ മനോഹരിയാകുന്നു. ടൂറിസം വികസനത്തിനൊപ്പം വൈദ്യുതോൽപാദന ലക്ഷ്യവുമായി KSEB. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ടൂറിസം സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതികളുമായാണ് സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. KSEBയുടെ സഹായത്തോടെയാണ് പുതിയ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. ഇതിനായി KSEB വിദഗ്ധ സംഘം ഈ പദ്ധതിയുടെ സാധ്യതകളെ പഠന വിഷയമാക്കാൻ രംഗത്തിറങ്ങുകയാണ്. തുടർച്ചയായി വെള്ളച്ചാട്ടം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണിത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വർഷം മുഴുവൻ ജലപ്രവാഹം ഉറപ്പുവരുത്തുക, സഞ്ചാരികൾക്ക് കൂടുതൽ വിനോദ സാധ്യതകളും സൗകര്യങ്ങളും പ്രദാനം ചെയ്യുക, ഒപ്പം ഭാവി തലമുറയെ കരുതി ഊർജ്ജ സുസ്ഥിരത ഉറപ്പാക്കാൻ സഹായകമായ ഒരു ജലവൈദ്യുത പദ്ധതി നടപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. പദ്ധതി നിലവിൽ വരുന്നതോടെ ടൂറിസം വികസനത്തോടൊപ്പം കേരളത്തിന്റെ വൈദ്യുതി ദാരിദ്ര്യത്തിന് ഒരു പരിഹാരവുമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിൽ ഒഴിവ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്വയംഭരണ ശാസ്ത്ര സംഘടനയായ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിൽ ടെക്നീഷ്യൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ആർട്ടിസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് എന്നിവയുൾപ്പെടെ വിവിധ തസ്തികകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. കൊൽക്കത്ത, ഭുവനേശ്വർ, ഡെൻകനാൽ എന്നിവിടങ്ങളിലെ യൂണിറ്റുകളിലായി 30 വയസ്സ് ഒഴിവുകളാണുള്ളത്. 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. സംവരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ കേന്ദ്ര സർക്കാർ നിയമങ്ങൾ പ്രകാരം ഇളവ് ലഭിക്കും. അപേക്ഷാ പ്രക്രിയ പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ്. മെയ് 23-നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി.